ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പദ്ധതികളെ കുറിച്ചാണ്. പദ്ധതികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതും പ്രധാനമായിട്ടുള്ള ചില പദ്ധതികൾ, അതുപോലെ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ചോദിച്ച പദ്ധതിയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തേത് നമ്മൾ കതിരണി പദ്ധതിയാണ് നോക്കുന്നത്. എന്താണ് കതിരണി പദ്ധതി? എന്താണ് കതിരണി പദ്ധതി എന്ന് വെച്ചാൽ, തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച് വിജയിപ്പിച്ച ഒരു പദ്ധതിയാണ് ഏത്? കതിരണി. പേരിൽ തന്നെയുണ്ട് കതിരണി. എന്താണ്? തരിശായിട്ട് കിടക്കുന്ന നിലങ്ങളെയൊക്കെ കാർഷിക യോഗ്യമാക്കാൻ വേണ്ടി ആരാണ്? കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതിയാണ് ഏത് പദ്ധതി? കതിരണി പദ്ധതി. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ അതെന്താണ്? കതിരണി പദ്ധതി. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഇടം എന്നുള്ള പദ്ധതിയാണ്. എന്താണ് ഇടം? ഇടം എന്ന് വെച്ചാൽ ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻഷ്യലി ഏബിൾഡ് മൂവ്മെന്റ്. അപ്പോൾ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് പദ്ധതി? ഇടം പദ്ധതി. എന്താണ്? ഭിന്നശേഷിക്കാർക്ക് പനയുൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള സംരംഭമാണ്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പന ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റ് അവർക്ക് വരുമാനം, അവർക്കൊരു ജീവിത മാർഗം കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത് പദ്ധതി? ഇടം പദ്ധതി. എന്താണ് പേര്? ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻഷ്യലി ഏബിൾഡ് മൂവ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന പന ഉൽപ്പന്ന കോർപ്പറേഷൻ, അതായത് കെൽപ്പാമും അതോടൊപ്പം തന്നെ ഭിന്നക്ഷേമ വികസന കോർപ്പറേഷനും ചേർന്നാണ്. ആരൊക്കെയാണ്? സംസ്ഥാന പന ഉൽപ്പന്ന കോർപ്പറേഷൻ, കെൽപ്പാമും ഭിന്നക്ഷേമ വികസന കോർപ്പറേഷനും കൂടി ചേർന്ന് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഏത് പദ്ധതി? ഇടം എന്ന് പറയുന്ന പദ്ധതി. പനയുൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാൻ വേണ്ടിയിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് പദ്ധതി? ഇടം പദ്ധതി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് കേര എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് നോക്കാം. എന്താണ് കേര? കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്നുള്ള പദ്ധതിയാണ് കേര എന്ന് പറയുന്ന പദ്ധതി. ഇത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസൃതമായി എന്താണ് രീതികൾ, കാലാവസ്ഥാ വ്യതിയാനത്തിനനുസൃതമായിട്ടുള്ള രീതികളൊക്കെ അവലംബിച്ചുകൊണ്ട് കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കാർഷിക വകുപ്പ് രൂപം നൽകിയിട്ടുള്ളൊരു പദ്ധതിയാണ് കേര എന്ന് പറയുന്ന പദ്ധതി. കാർഷിക വികസന വകുപ്പൊക്കെ ചേർന്ന് നടപ്പാക്കുന്ന, വേൾഡ് ബാങ്കും ഒക്കെ ആയിട്ട് ചേർന്ന് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കേര പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ എങ്ങനെയാണ്? കാലാവസ്ഥാ വ്യതിയാനത്തിനനുസൃതമായ രീതി അവലംബിച്ചുകൊണ്ട് കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് പല മാറ്റങ്ങൾ കാർഷിക രീതിയിലൊക്കെ വന്ന് എന്താണ് നമ്മുടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഏത് പദ്ധതി? കേര പദ്ധതി. ഓർത്തു വെച്ചിരിക്കുക, കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു പദ്ധതി നോക്കാം. നഗരത്തിൽ അലഞ്ഞുതിരിയുന്നവർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്താണ്? ഓപ്പറേഷൻ ഗ്രീൻ സേഫ് എന്ന് പറയുന്ന പദ്ധതി. ഓപ്പറേഷൻ ഗ്രീൻ സേഫ് എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കിയത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? നഗരത്തിൽ അലഞ്ഞു നടക്കുന്നവർ, നഗരത്തിൽ നമുക്ക് അലഞ്ഞു നടക്കുന്നവരുണ്ടാവാം, മാനസിക വെല്ലുവിളിയൊക്കെ നേരിട്ടുകൊണ്ട് റോഡിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു സുരക്ഷിതമായിട്ടുള്ള താവളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എവിടെയാണ്? കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കിയൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഗ്രീൻ സേഫ് എന്ന് പറയുന്ന പദ്ധതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് പ്രോജക്റ്റ് ക്രഷ്. എന്താണ് അടുത്ത പദ്ധതി? പ്രോജക്റ്റ് ക്രഷ് എന്ന് പറയുന്ന പദ്ധതിയാണ്. പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ, എവിടെയാണ്? സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാൻ സഹകരണ വകുപ്പ് ഒരുക്കുന്ന പ്രത്യേക സംവിധാനത്തെയാണ് നമ്മൾ പ്രോജക്റ്റ് ക്രഷ് എന്ന് പറയുന്നത്. എന്താണ് പ്രോജക്റ്റ് ക്രഷ്? സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പം സഹകരണ സംഘങ്ങൾ പുതിയ പദ്ധതികളൊക്കെ നടപ്പാക്കുന്ന സമയത്ത് ആ ഒരു പദ്ധതികളുടെ, ആ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് പരിശോധിക്കാനായിട്ട് സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഒരുക്കിയിട്ടുള്ളൊരു സംവിധാനമാണ് ഏത് എന്ന് പറയുന്നത്? പ്രോജക്റ്റ് ക്രഷ് എന്ന് പറയുന്നത്. അപ്പം പ്രോജക്റ്റ് ക്രഷ് സഹകരണ സംഘങ്ങളാണ് അവരുടെ പദ്ധതികളിലൊക്കെ വിജയ സാധ്യത പരിശോധിക്കാനുള്ള സംവിധാനമാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത്
ഗ്രാമവിഹാർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. എന്താണ് ഗ്രാമവിഹാർ എന്ന് ചോദിച്ചാൽ, നിലമ്പൂർ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബൈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. നിലമ്പൂര് ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ. അപ്പോൾ നിലമ്പൂരിലെ ടൂറിസത്തിന്റെ വികസനത്തിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ എന്ന് പറയുന്ന പദ്ധതി. ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? ഗ്രാമവിഹാർ എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആർത്തവ ശുചിത്വവുമൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തുന്നുണ്ട്. ആ ഒരു പദ്ധതിയെ വിളിക്കുന്നത് തിങ്കൾ എന്നാണ്. തിങ്കൾ എന്നാണ്. സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണ പദ്ധതിയാണ്. അതുപോലെ തന്നെ ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷയെക്കുറിച്ചും ആർത്തവ സുരക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള ബോധവൽക്കരണം ഒക്കെ നടത്തുന്നുണ്ട്. ആ ഒരു പദ്ധതിയുടെ പേരെന്താണ്? തിങ്കളാണ്. ആ ഒരു പദ്ധതി നടപ്പാക്കുന്നത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, HLLന്റെ പദ്ധതിയാണ് തിങ്കൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് റേഡിയോ നെല്ലിക്ക. എന്താണ് റേഡിയോ നെല്ലിക്ക എന്നുള്ള പദ്ധതി? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ പദ്ധതിയാണ്. അപ്പോൾ എന്താണ്? റേഡിയോ നെല്ലിക്കയാണ്. നെല്ലിക്ക എന്നുള്ള പദ്ധതി എന്താണ്? റേഡിയോ നെല്ലിക്ക എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത് ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. എന്താണ്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ടൊരു ഇന്റർനെറ്റ് റേഡിയോ സംവിധാനം നടപ്പാക്കുന്നു. അതാണ് ഏത് എന്ന് പറയുന്നത്? റേഡിയോ നെല്ലിക്ക എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ? ഓക്കെ, ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കുക, ബാലാവകാശ സാക്ഷരത ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പറയുന്ന റേഡിയോ നെല്ലിക്ക പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കായിട്ടായിട്ട് നടത്തുമ്പോൾ അവരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാവണം, ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കണം. അതുപോലെ തന്നെ എന്താണ്? അവർക്ക് അവരുടെ അവകാശ സാക്ഷരതയെക്കുറിച്ച്, അവരുടെ ബാലാവകാശ സാക്ഷരതയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക, അതിനെക്കുറിച്ചുള്ള അറിവ് പകരുക. ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏത് പ്രവർത്തിക്കുന്നത്? റേഡിയോ നെല്ലിക്ക പ്രവർത്തിക്കുന്നത്. ഒരു ഇന്റർനെറ്റ് റേഡിയോ പദ്ധതിയാണ്. ആര് നടപ്പാക്കുന്നു? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് റേഡിയോ നെല്ലിക്ക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി. ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്നതാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ലോകമെമ്പാടുമുള്ള ഒന്നാം നിര ജേണലുകളുടെ ഗവേഷണ ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ളത് ലഭ്യമാകുന്ന പദ്ധതിയാണ് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ ജേണലുകളിലൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ ഈ PhD ഒക്കെ ചെയ്യുന്ന സമയത്തും ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എന്ത് വേണം? നമ്മൾ ഇതൊക്കെ വായിക്കണം അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ സൗജന്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു ഇതാണ് വിദ്യാർത്ഥികൾക്ക് ലോകമെമ്പാടുമുള്ള ഒന്നാം ദിന ജേണലുകളിലെ ഗവേഷണ ലേഖനങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പദ്ധതി. ക്ലിയർ ആണല്ലോ? ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് വേനൽ മധുരം പദ്ധതി. എന്താണ് വേനൽ മധുരം പദ്ധതി? വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വേനൽ മധുരം പദ്ധതി. വേനലിൽ കുറച്ച് വരൾച്ചയ്ക്കുള്ള ഒരു സമയമാണ്. അപ്പോൾ ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഗുണമേന്മയുള്ള നല്ല വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാകുന്നതിനായിട്ട് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? വേനൽ മധുരം പദ്ധതി. അപ്പം വേനലിലാണ് നമ്മൾ കൂടുതൽ വേനൽക്കാലത്താണ് തണ്ണിമത്തൻ ലഭ്യമാക്കുന്നത് അല്ലേ? അപ്പോൾ ആ തണ്ണിമത്തൻ വിഷരഹിതമാകുക, അത്തരത്തിലുള്ള നടപ്പാക്കുക. വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാകുന്നതിനായി ആരാണ്? കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഏത് പദ്ധതിയാണ്? കുടുംബശ്രീയുടെ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലാണ് ഈ പറയുന്ന വേനൽ മധുരം പദ്ധതി നടപ്പാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിന് വിഭാവനം ചെയ്ത പദ്ധതി എന്താണ്? കെ ഹോംസ് ആണ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? കെ ഹോംസ് എന്ന് പറയുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലൊക്കെ ആൾ താമസമില്ലാതെ കിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിനായി നൽകുന്നു. അവിടെ ഹോം സ്റ്റേസ് ഒക്കെ
നിർമ്മിച്ചുകൊണ്ട് ടൂറിസം മേഖലയെ നമ്മൾ ഒന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് പദ്ധതി? കെ ഹോംസ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, കെ ഹോംസ് എന്ന് പറയുന്ന പദ്ധതി ടൂറിസം മേഖല. അടുത്ത നമുക്കറിയാവുന്ന ഒരു ക്യാമ്പയിനാണ് അശ്വമേധം എന്ന് പറയുന്ന ക്യാമ്പയിൻ. എന്താണ് അശ്വമേധം ക്യാമ്പയിൻ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു കാര്യമൊക്കെയാണ്. എങ്ങനെയാണ് സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ വീടുകളിൽ പോയി അല്ലെ ഗൃഹസന്ദർശനത്തിലൂടെ കണ്ടുപിടിച്ച് രോഗനിർണയം നടത്തി ചികിത്സ ലഭ്യമാക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ്, ഒരു ക്യാമ്പയിനാണ് എന്ത്? അശ്വമേധം ക്യാമ്പയിൻ. എന്താണ് അശ്വമേധം ക്യാമ്പയിൻ എന്ന് പറയുന്നത്? സമൂഹത്തിൽ കുഷ്ഠരോഗബാധിതരെ വീടുകളിൽ പോയി ആരോഗ്യ വകുപ്പിന്റെ ആളുകൾ സ്ക്വാഡുകളായിട്ടൊക്കെ തിരിഞ്ഞ് വീടുകളിലൊക്കെ പോയി അവിടെ ചെന്ന് പരിശോധിച്ച് രോഗനിർണയം നടത്തി അത്തരത്തിൽ അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഏത് ക്യാമ്പയിൻ? നമ്മുടെ അശ്വമേധം എന്ന് പറയുന്ന ക്യാമ്പയിൻ. ക്ലിയർ ആണല്ലോ? അപ്പം അത് അശ്വമേധം ക്യാമ്പയിൻ ആണ്. അടുത്തത് കേറ്റിക്. കുടുംബശ്രീയുടെ തന്നെയാണ് കേറ്റിക് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അത് കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ ആണ്. കുടുംബശ്രീയുടെ കേറ്റിക് എന്ന് പറയുന്നത് കുടുംബശ്രീയാണ് നടപ്പാക്കുന്നത്. പട്ടികവർഗത്തിൽപ്പെടുന്ന ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സംരംഭകത്വം അതായത് പുതിയ സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് കേറ്റിക് എന്ന് പറയുന്ന പദ്ധതി. പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഇടയിൽ പുതിയ സംരംഭങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി പുതിയ നൂതനമായിട്ടുള്ള തൊഴിൽ സാധ്യതകൾ വളർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേറ്റിക്. കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതെന്താണ്? കേറ്റിക് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത നോക്കാം. സ്നേഹയാനം. എന്താണ് സ്നേഹയാനം? സ്നേഹയാനം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക്, അപ്പം ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാരുണ്ടാവും, അവർക്കൊരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ, സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ, സ്നേഹയാനം, ഓക്കെ, ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി. സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതി ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന ഏത് വകുപ്പിന്റെ? സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ? അപ്പം സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അവർക്കൊരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി സൗജന്യമായി എന്ത് നൽകുന്നു? ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന സംരംഭമാണ് ഏത് എന്ന് പറയുന്നത്? നമ്മുടെ സ്നേഹയാനം പദ്ധതി. സ്നേഹയാനം പദ്ധതി. അടുത്ത പദ്ധതി വിജയാമൃതം. നമ്മൾ നോക്കുന്ന പദ്ധതി വിജയാമൃതം. വൈകല്യത്തോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ച ഡിഗ്രിയോ അല്ലെങ്കിൽ തത്തുല്യ കോഴ്സുകളോ ബിരുദാനന്തര ബിരുദമോ PGക്കോ തുല്യമായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന തരത്തിൽ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം. അപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഒന്നുകിൽ അവർ വീട്ടിലിരുന്നായിരിക്കും, അല്ലെങ്കിൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഒക്കെ പോയി പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം, ഡിഗ്രി വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ PG ഒക്കെ എടുക്കുക. അങ്ങനെ വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്ന പദ്ധതി. വിജയാമൃതം ആർക്കുള്ളതാണ്? ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ്. അവർക്ക് ഡിഗ്രി അല്ലെങ്കിൽ PG പോലെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കുന്നവർക്കുള്ള ക്യാഷ് അവാർഡാണ് ഏത് എന്ന് പറയുന്നത്? വിജയാമൃതം പദ്ധതി. ക്ലിയർ ആണല്ലോ? വിജയാമൃതം പദ്ധതി. ഓക്കെ, അടുത്തത് സമ്പൂർണ്ണ പ്ലസ്. സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്നത്? സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഹാജർ നില, അതുപോലെ തന്നെ പഠന പുരോഗതി തുടങ്ങിയവ ഓൺലൈനായിട്ട് അറിയാനും രക്ഷിതാക്കളും സ്കൂളുകളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കാനും കൈറ്റ്, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഏത്? സമ്പൂർണ്ണ പ്ലസ്. നമ്മുടെ കുട്ടികളുടെ ഹാജർ നില അറിയുക. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ എന്നും സ്കൂളിൽ പോകുന്നുണ്ടോ, എന്തൊക്കെയാണ് ഡെയിലി വർക്കുകൾ, കൊച്ചു പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഇത് വേണം, ഒരു മീഡിയം വേണം. അങ്ങനെ അത്തരത്തിൽ
അവർക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അത് ആരാണ് തയ്യാറാക്കിയിട്ടുള്ളത്? കൈറ്റാണ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തയ്യാറാക്കിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഏത് ആപ്ലിക്കേഷൻ? സമ്പൂർണ്ണ പ്ലസ്. ഓക്കെ ആണല്ലോ. കുട്ടികളുടെ ഹാജർ നില അതുപോലെ തന്നെ പഠന പുരോഗതിയൊക്കെ ഓൺലൈനായിട്ട് രക്ഷകർത്താക്കൾക്ക് അറിയാനും അതുപോലെ തന്നെ സ്കൂളുമായിട്ട് ആശയവിനിമയമൊക്കെ സാധ്യമാക്കുന്ന ആപ്ലിക്കേഷനാണ്. ഏത് ആപ്ലിക്കേഷൻ? സമ്പൂർണ്ണ പ്ലസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് കുടുംബശ്രീക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക സഹായവും പരിശീലനവും ലഭ്യമാക്കി വിജയകരമാക്കുക എന്നതിന് വേണ്ടി നടപ്പാക്കിയ പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ. സ്മാർട്ട് ആക്കുകയാണ്. കുടുംബശ്രീ കീഴിലുള്ള കുറേയധികം പദ്ധതികൾ, സംരംഭങ്ങളുണ്ട്. അതിനെ സാങ്കേതികപരമായിട്ടും അതുപോലെ തന്നെ സാങ്കേതിക സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് എന്താണ്, അതുപോലെ തന്നെ സാങ്കേതിക പരിശീലനങ്ങൾ, സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകുക, സാങ്കേതിക സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആ പദ്ധതികളൊക്കെ തന്നെ വിജയത്തിലാക്കാൻ വേണ്ടി കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ. സ്മാർട്ട് ശ്രീ സ്മാർട്ട് ആക്കുകയാണ്. അതിനാണ് എന്ത്? സ്മാർട്ട് ശ്രീ എന്ന് പറയുന്ന പദ്ധതി. കുടുംബശ്രീക്ക് കീഴിൽ വരുന്ന പദ്ധതികൾക്കാണ് ഈ പറയുന്ന സ്മാർട്ട് ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ട് സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം അറിയപ്പെടുന്നത് സഹജീവനം സ്നേഹഗ്രാമം. സഹജീവനം സ്നേഹഗ്രാമം. എന്താണ് സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്നത്? എൻഡോസൾഫാൻ ബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം. അപ്പോൾ എൻഡോസൾഫാൻ്റെ ഇരകളായിട്ടുള്ള എൻഡോസൾഫാൻ ബാധിതരുടെ എന്താണ് സമ്പൂർണ്ണമായി പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് ഒരു എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം നിർമ്മിക്കുന്നു. ആ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം. സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതിയാണ്. ഈ ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. അതായത് കലാകായിക രംഗങ്ങളിൽ തുല്യത ഉറപ്പുവരുത്തുന്നതിനായി ഈ മേഖലകളിൽ അഭിരുചിയും പ്രാവീണ്യമുള്ള ഭിന്നശേഷിക്കാർക്ക്, അപ്പോൾ ഇതും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇവർക്ക് പല കഴിവുകൾ ഉണ്ടാവുമല്ലോ. കലാമേഖലയിൽ ഉണ്ടാവാം, കായിക മേഖലയിൽ ഉണ്ടാവാം. അത്തരത്തിൽ കലാമേഖലയിലും കായിക മേഖലയിലുമൊക്കെ കഴിവുള്ള ഭിന്നശേഷിക്കാർക്ക് എന്താണ് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവിടെ എന്താണ് അംഗീകൃത അല്ലെങ്കിൽ ഒന്നുകിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ അംഗീകൃത സ്ഥാപനങ്ങൾ അവർക്ക് ഈ കലാമേഖലയിലും അതുപോലെ തന്നെ കായിക മേഖലയിലും ഒക്കെ പരിശീലനം നൽകാനായിട്ടുള്ള പദ്ധതിയാണ്. ആ പരിശീലനം നൽകുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠ പദ്ധതി. എന്താണ് ശ്രേഷ്ഠം പദ്ധതി? ശ്രേഷ്ഠയല്ല, ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പോൾ ഈ ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കലാ കായിക മേഖലയിലൊക്കെ അഭിരുചിയുള്ള ഭിന്നശേഷിക്കാർക്ക് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള എന്താണ് പരിശീലനങ്ങളൊക്കെ സാധ്യമാകുന്നതിന് അതുപോലെ പരിശീലനം നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ? അപ്പം ശ്രേഷ്ഠം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. ശ്രേഷ്ഠ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അത് SC/ST വിഭാഗത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ഒരു വിദ്യാഭ്യാസം, അതായത് റെസിഡൻസ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് കേരള സർക്കാരിൻ്റെ പദ്ധതിയല്ല. നമ്മളിപ്പോൾ നോക്കുന്നത് ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓക്കെ. അപ്പം ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ജില്ലയിലാണ്, ഓരോ ജില്ലയിലെ കണക്കനുസരിച്ച് ഒരു ജില്ലയിലെ കലാമേഖലയിലോ അല്ലെങ്കിൽ കായിക മേഖലയിലോ 5 കലാമേഖലയിൽ നിന്ന് 5 കായിക മേഖലയിൽ നിന്ന് 5 ആൾക്കാരെ എടുക്കുന്നു. ആ 5 പേർക്ക് 10,000 രൂപ വീതം എന്ത് നൽകുന്നുണ്ട്? ധനസഹായം ഈ പറയുന്ന ശ്രേഷ്ഠം പദ്ധതിയിലൂടെ നൽകുന്നുണ്ട്. ഓക്കെ. അപ്പം ശ്രേഷ്ഠം പദ്ധതി എന്തിനാണ്? ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഒരു കായിക മേഖലയിൽ 5 കലാമേഖലയിൽ 5 അങ്ങനെ 10 പേർക്ക് 10,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അവർക്ക് പരിശീലനം ലഭിക്കുന്നതിനായിട്ട് സ്ഥാപനങ്ങളിലൊക്കെ ഒന്നുകിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് അവരുടെ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ധനസഹായം നൽകുന്നത്. എന്തായിരുന്നു പദ്ധതിയുടെ പേര്? ശ്രേഷ്ഠം പദ്ധതി. ഓക്കെ. അടുത്തത് കടലും കടലോരവും പ്ലാസ്റ്റിക് മുക്തമാക്കുക, അല്ലേ? പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കടലും കടലോരവും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട ഫിഷറീസ് വകുപ്പ് ആരുടെയാണ്? ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം. ശുചിത്വ സാഗരം സുന്ദരതീരം എന്ന് പറയുന്ന പദ്ധതി ആരുടെയാണ്? ഫിഷറീസിൻ്റെ ആണ്. കടലും കടലിൻ്റെ ഓരങ്ങളും ഒക്കെ തന്നെ എന്താണ് പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര
തീരം പദ്ധതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത പദ്ധതി എന്താണ്? പ്രോജക്റ്റ് എക്സ്. എന്താണ്? പ്രോജക്റ്റ് എക്സ് എന്ന് പറയുന്ന പദ്ധതിയാണ്. സംസ്ഥാനത്ത് പോക്സോ കേസുകളിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? പ്രോജക്റ്റ് എക്സ് എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ നമ്മുടെ നാട്ടിൽ പോക്സോ കേസുകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ്? സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്താണ്? പ്രോജക്റ്റ് എക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ പ്രോജക്റ്റ് എക്സ് എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി വിവിധ സ്ഥലങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും കേരള പോലീസും ചേർന്നൊരുക്കിയ പദ്ധതി സഹയാത്രിക. കോട്ടയം ജില്ലാ പഞ്ചായത്തും പോലീസും ചേർന്ന് നടത്തിയ പദ്ധതിയാണ് സഹയാത്രിക. അപ്പം കോട്ടയം നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് എന്താണ്? സുരക്ഷിതമായി വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കണം. അതിനാവശ്യമായിട്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ പോലീസും ചേർന്നൊരുക്കിയ പദ്ധതിയാണ് സഹയാത്രിക എന്നുള്ള പദ്ധതി. ഓക്കെ ആണല്ലോ? ഓക്കെ, സഹയാത്രിക. അടുത്തത് പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സേഫ്. എന്താണ്? സേഫ്. അപ്പോൾ പട്ടികവർഗക്കാർക്ക് ഒന്നുകിൽ വീട് പണിയുടെ പൂർത്തിയാക്കുക, അല്ലെങ്കിൽ എന്താണ് പുതുക്കി പണിയുക, അതിനൊക്കെ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് കാഴ്ച പരിമിതിയുള്ളവരെ ബ്രെയിൽ ലിപി പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതി. എന്താണ്? ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതി. അപ്പം കാഴ്ച പരിമിതർക്ക് എന്താണ്? അവർക്ക് അവരുടെ അക്ഷരങ്ങൾ വായിക്കാൻ ബ്രെയിൽ ലിപിയുണ്ട്. ആ ലിപി പഠിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഉന്നമനത്തിനായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആര് നടപ്പാക്കുന്നതാണ്? സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതി. ബ്രെയിൽ വിദ്യാഭ്യാസം നൽകുക, കാഴ്ച പരിമിതിയുള്ളവർക്ക് എന്ത് നൽകുക? ബ്രെയിൽ വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതി. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് ലഹരിക്കടിമയായവർക്ക് ജീവിതം തിരികെ പിടിക്കാൻ ഹോമിയോ വകുപ്പ് നടത്തുന്ന പദ്ധതി. അപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതിയുണ്ട്. ഹോമിയോ വകുപ്പ് ലഹരിക്കടിമയായവരെ എന്താണ്? ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി. എന്താണ്? പുനർജനി ഹോമിയോ വകുപ്പിന്റെ ലഹരിക്കെതിരെയുള്ളൊരു പദ്ധതിയാണ്. ഓക്കെ ആണല്ലോ? അത് പുനർജനി എന്നുള്ള പദ്ധതി. അടുത്തത് എക്സൈസിന്റെ ഒരു പദ്ധതിയുണ്ട്. ലഹരി മാഫിയയിൽ നിന്ന് കുട്ടികളെ കാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എക്സൈസും പോലീസും ചേർന്നൊരുക്കുന്ന പദ്ധതി രക്ഷാ കവചം. നമ്മുടെ കുട്ടികളെ ലഹരി മാഫിയയുടെ കയ്യിൽ നിന്നുമൊക്കെ രക്ഷിക്കാനായിട്ട് എക്സൈസും പോലീസും ചേർന്ന് നടത്തുന്ന പദ്ധതി ഏതാണ്? രക്ഷാ കവചമാണ്. അവർ കുട്ടികൾക്ക് രക്ഷാ കവചം ഒരുക്കുന്ന പദ്ധതിയാണ് ഏത്? രക്ഷാ കവചം പദ്ധതി. ക്ലിയർ ആണല്ലോ? അടുത്തത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാൻ കൊല്ലം സിറ്റി പോലീസിന്റെ കർമ്മ പദ്ധതിയാണ് മുക്തോദയം. മുക്തോദയം കൊല്ലം സിറ്റി പോലീസിന്റെ പദ്ധതിയാണ്. അതും ലഹരിക്കെതിരെയുള്ള ഒരു പദ്ധതിയാണ്. പേരെന്താണ്? മുക്തോദയം പദ്ധതി. അടുത്തത് ലഹരിക്ക് അടിമപ്പെട്ട കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സഹപാഠികൾ, യുവതി യുവാക്കൾ എന്നിവർക്ക് സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി അറിയിക്കാൻ സാധിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ ആണ് സഹായ് എന്ന് പറയുന്ന പദ്ധതി. അപ്പം സഹായ് എന്ന് പറയുന്നത് നമ്മൾ ലഹരിക്കടിമയായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചൊക്കെ വിവരം നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ലൈൻ ആണ് സഹായ് എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ. ഇതൊക്കെ ലഹരിക്കെതിരെ നടത്തുന്നതാണ്. മുക്തോദയം കൊല്ലം സിറ്റി പോലീസിൻ്റെയാണ് മുക്തോദയം. എക്സൈസിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും രക്ഷാ കവചം പുനർജനി ഹോമിയോ വകുപ്പിൻ്റെയാണ്. സഹായ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെൽപ്പ് ലൈൻ ആണ് സഹായ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് മംഗല്യ പദ്ധതി. മംഗല്യ പദ്ധതി എന്ന് പറയുന്നത് പേര് പോലെ തന്നെയാണ്, പുനർവിവാഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സാമ്പത്തിക സഹായമൊക്കെ നൽകുന്ന പദ്ധതിയാണ്. ഓക്കെ, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു പദ്ധതിയാണ് മംഗല്യ പദ്ധതി. വിധവകൾ അതുപോലെ തന്നെ വിവാഹമോചിതരായിട്ടുള്ളവരൊക്കെ പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഏത് പദ്ധതി? മംഗല്യ പദ്ധതി. മംഗല്യ പദ്ധതി. ഇതിൽ യോഗ്യരായിട്ടുള്ള വിധവകൾക്കും അതുപോലെ തന്നെ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾക്കും എത്ര? 25,000 രൂപ ധനസഹായം നൽകും. പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്നതാണ് ഏത് പദ്ധതി? മംഗല്യ പദ്ധതി. 25,000 രൂപ വരെ ധനസഹായം ലഭ്യമാകും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് അഭയകിരണം. എന്താണ് അഭയകിരണം എന്ന് ചോദിച്ചാൽ നിർധനരും അതുപോലെ തന്നെ ഭവനരഹിതരുമായ വിധവകൾക്ക്, അപ്പോൾ ഇതും വിധവകൾക്കായിട്ടുള്ളതാണ്. മംഗല്യ പദ്ധതിയും വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നിർധനരായിട്ടുള്ള അതുപോലെ തന്നെ ഭവനരഹിതരായിട്ടുള്ള വിധവകൾക്ക് സംരക്ഷണവും
പാർപ്പിടവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക്, അപ്പോൾ ഏറ്റവും അടുത്ത ഈ പറയുന്ന നിർധനരായിട്ടുള്ള വിധവകൾക്കൊക്കെ ഒരു സഹായം എന്ന രീതിയിൽ അവർക്ക് താമസിക്കാനൊക്കെ സ്ഥലം കൊടുക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം എന്ന് പറയുന്ന പദ്ധതി. അത് എന്താണ്, പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ്. പ്രായപരിധി 50 വയസ്സ് മുകളിലായിരിക്കണം. ഈ പറയുന്ന വിധവകൾക്കും ഒക്കെ എന്താണ്, ഒരു നിർധനരായ വ്യക്തികളായിരിക്കും, അവർക്ക് 50 വയസ്സിന് മുകളിലാണെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക സഹായം ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ പദ്ധതി എന്താണ്, അഭയകിരണം എന്ന് പറയുന്ന പദ്ധതിയാണ്. അടുത്ത പദ്ധതി സല്ലാപം പദ്ധതി. എന്താണ്, സല്ലാപം പദ്ധതിയാണ്. സല്ലാപം പദ്ധതി എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ മുതിർന്ന പൗരന്മാരെ മാനസികപരമായിട്ടൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടാവും, മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ മാനസിക ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊരു ഒരു സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഈ പറയുന്ന സല്ലാപം. പേര് പോലെ തന്നെയാണ്, ഒരു ടെലികോളിംഗ് സംവിധാനമാണ് ഈ പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ MSW ഒക്കെ പാസ്സായ കുട്ടികൾക്കോ വിദ്യാർത്ഥികൾക്കൊക്കെ ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ നൽകിക്കൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ ഈ പരിപാടി നടത്തുന്നുണ്ട്. സല്ലാപം പദ്ധതിയാണ്. പ്രായമായ ആളുകൾ മാനസിക ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുന്നതിനായിട്ട് അവരെ വിളിച്ച് സംസാരിക്കുക, അവരോട് കുറച്ചു നേരം സംസാരിക്കുക, ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന ഫീല് ഇല്ലാതെ അവരോട് കുറച്ചു നേരമൊക്കെ സംസാരിച്ച് അവരുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായിട്ട് പദ്ധതി ആവിഷ്കരിച്ച പദ്ധതിയാണ് സല്ലാപം എന്ന് പറയുന്ന പദ്ധതി. ഫോൺ എ ഫ്രണ്ട് പോലെയാണ്, നമുക്കൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഫോൺ എ ഫ്രണ്ട് മാതൃകയിൽ നടപ്പാക്കുന്ന പദ്ധതി ഏത്, സല്ലാപം പദ്ധതി. പദ്ധതി ഏതാണ്, സല്ലാപം പദ്ധതി. അടുത്തത് മാർഗദീപം. എന്താണ് മാർഗദീപം? 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ പദ്ധതിയാണ് മാർഗദീപം പദ്ധതി. സ്കോളർഷിപ്പ് പദ്ധതിയാണ്, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ളതാണ്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ളവർക്കാണ്. ഏത് പദ്ധതി? മാർഗദീപം പദ്ധതി. ഓക്കെ, അടുത്തത് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ്. ഓക്കെ, എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ്. നമ്മൾ ആദ്യം ഇടം പദ്ധതി പറഞ്ഞു. ഇടം പദ്ധതി പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇടം പോലെ മറ്റൊരു പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാർക്കും രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാനായി സംസ്ഥാനത്ത് ഖാദി ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുക. അപ്പം ഇടത്തിന് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? പന ഉൽപ്പന്നങ്ങളാണ് പഠിച്ചത്. ഇവിടെ ഖാദി ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് ഏത് പദ്ധതി? എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന് പറയുന്ന പദ്ധതി. ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അങ്ങനെ ഈ ഒരു പദ്ധതി എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന് പറഞ്ഞ പദ്ധതിക്ക് കീഴിൽ ഏബിൾ പോയിന്റ് എന്ന പേരിലാണ് ഔട്ട്ലെറ്റുകളൊക്കെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഖാദിയുടെ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുകയാണ്. ഖാദി ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നത് ഏത് പേരിലാണ്? ഏബിൾ പോയിന്റ് എന്ന് പറയുന്ന പേരിൽ ഖാദി ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഇടം പോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇടം പന ഉൽപ്പന്നങ്ങളായിരുന്നുവെങ്കിൽ ഇവിടെ ഖാദി ഔട്ട്ലെറ്റുകളാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്? ലഹരി വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ തുടക്കം കുറിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രത്യേക ക്യാമ്പയിൻ, NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീമുമായി ചേർന്ന് നടത്തുന്ന ക്യാമ്പയിനാണ് ഏത് ക്യാമ്പയിൻ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ക്യാമ്പയിൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, അതുപോലെ തന്നെ ലഹരിക്കെതിരെ ടീച്ചേഴ്സ് KSTA എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ ഒരു പദ്ധതിയുണ്ട്. അതാണ് ടീച്ചേഴ്സ് ബ്രിഗേഡ് എന്ന് പറയുന്നത്. അപ്പം ലഹരിക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അധ്യാപക സംഘടനയായിട്ടുള്ള KSTAയുടെ യജ്ഞമാണ് എന്നറിയപ്പെടുന്നത് ടീച്ചേഴ്സ് ബ്രിഗേഡ് എന്നറിയപ്പെടുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എവിടെയാണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പും NSSുമായി ചേർന്ന് നടത്തുന്ന ക്യാമ്പയിനാണ്. ഓക്കെ, അടുത്ത പദ്ധതി ഗോത്രഫേരി. എന്താണ് ഗോത്രഫേരി? സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് ഗോത്രഫേരി. അപ്പം ഗോത്രഫേരി എന്ന് പറയുന്നത് നമ്മുടെ വനം വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് ഗോത്രഫേരി എന്ന് പറയുന്ന പദ്ധതി. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ അല്ലേ, നമുക്കറിയാം, നമുക്കിപ്പോൾ ന്യൂസിലൊക്കെ തന്നെ വന്യജീവികൾ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഏത് പദ്ധതി നടപ്പാക്കുന്നു? ഗോത്രഫേരി എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നു. അത് ആര് നടപ്പാക്കുന്നു? വനം വകുപ്പാണ് നടപ്പാക്കുന്നത്. ഏത് പദ്ധതി? ഗോത്രഫേരി എന്ന് പറയുന്ന പദ്ധതി. ക്ലിയർ ആണല്ലോ? അപ്പം ടീച്ചേഴ്സ് ബ്രിഗേഡ് പറഞ്ഞു, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആയി. ഏറ്റവും അവസാനം നമ്മൾ ഗോത്രഫേരി എന്ന് പറയുന്ന പദ്ധതി പറഞ്ഞു.
അടുത്ത പദ്ധതിയാണ് വിദ്യാസമുന്നതി. എന്താണ് വിദ്യാസമുന്നതി എന്ന് പറയുന്ന പദ്ധതി? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക്, അല്ലെ, മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ഉള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ അവരുടെ പ്രവേശന പരീക്ഷകൾ, മത്സര പരീക്ഷകളൊക്കെ പരിശീലനം നൽകുന്നതിനായി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ് വിദ്യാസമുന്നതി എന്ന് പറയുന്നത്. അപ്പം മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പരിശീലനം നൽകുക, അതുപോലെ തന്നെ അവർക്ക് സ്കോളർഷിപ്പ് ഒക്കെ നൽകുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? വിദ്യാസമുന്നതി. അതെന്താണ് പദ്ധതി? ആര് നടപ്പാക്കുന്നത്? കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനാണ് ആ സ്കോളർഷിപ്പ് നൽകുന്നത്. പദ്ധതിയുടെ പേരെന്താണ്? വിദ്യാസമുന്നതി. ഓക്കെ ആണല്ലോ. അടുത്തത് എപ്പിഫോം എന്ന് പറയുന്നത്. എന്താണ് എപ്പിഫോം എന്ന് പറയുന്ന പദ്ധതി? പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടലുകൾ പ്രവചിക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രവർത്തനം ആരംഭിച്ചതാണ്. അതായത് പകർച്ചവ്യാധികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എവിടെയാണ് കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? എപ്പിഫോം എന്ന് പറയുന്ന പദ്ധതി. എപ്പിഫോം എന്ന് പറയുന്ന പദ്ധതി ആരുടെയാണ്? കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ ആണ്. ഓക്കെ ആണല്ലോ. പദ്ധതിയുടെ പേരെന്താണ്? എപ്പിഫോം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ. അടുത്തത് പടവുകൾ എന്ന് പറയുന്ന പദ്ധതി. പടവുകൾ എന്ന് പറയുന്ന പദ്ധതി വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ. അപ്പം അവരുടെ മക്കൾ പടവുകൾ കയറി പോകണം, വിദ്യാഭ്യാസം നേടി മികച്ച രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി പടവുകൾ. ഓക്കെ ആണല്ലോ. അടുത്തത് പരിണയം. പരിണയം എന്ന് പറയുന്നത് ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്യുന്നതിലേക്കുള്ള ചിലവില് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി. എന്താണ്? പരിണയം. ഓക്കെ. പരിണയം എന്താണ്? ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, ഒന്നുകിൽ അവരുടെ പെൺമക്കൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികൾ, അവർക്ക് നിയമാനുസൃതമായിട്ട് വിവാഹം ചെയ്യിക്കുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിണയം എന്ന് പറയുന്ന പദ്ധതി. പരിണയം പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണയായി 30,000 രൂപ നൽകും. എന്താണ്? ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണയായിട്ട് എത്ര രൂപ? 30,000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കും. പദ്ധതി ഏതാണ്? പരിണയം പദ്ധതിയാണ്. പടവുകൾ പഠിച്ചു, നമ്മൾ പരിണയവും പഠിച്ചു. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഈ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ തന്നെ PSC സ്കീമുകൾ അല്ലെങ്കിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യവും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി ഡിസ്കസ് ചെയ്യാം. ഇത്രയും നേരം നമ്മൾ ഏറ്റവും പുതിയ കുറച്ച് പദ്ധതികൾ പരിചയപ്പെട്ടു. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് ആ ഒരു ചോദ്യവും അതുപോലെ തന്നെ കണക്റ്റഡ് ഫാക്ട്സും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കുന്നതിനായി ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം ഏതാണ് എന്നുള്ളതാണ്. അപ്പം കേരളത്തിൽ പ്രസവശേഷം അമ്മമാർക്കുണ്ടാവുന്ന വിഷാദ രോഗത്തെ അകറ്റുന്നതിനായി, അപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ മാറ്റാനായിട്ട് ഒരു സംരംഭം നടപ്പാക്കിയിട്ടുണ്ട്. ആ സംരംഭം ഏതാണ്? ആ സംരംഭം അമ്മ മനസ്സാണ്. എന്താണ്? അമ്മ മനസ്സ് എന്നുള്ളതാണ് പ്രസവാനന്തര വിഷാദ രോഗം അകറ്റാൻ വേണ്ടിയിട്ട്, അത് പരിഹരിക്കാനായിട്ട് ലക്ഷ്യമിട്ടൊരു പദ്ധതിയാണ് അമ്മ മനസ്സ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ. അപ്പോൾ അമ്മ മനസ്സ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഈ 4 ഓപ്ഷനിൽ തന്നെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, അല്ലേ? ഓക്കെ. അടുത്ത 3 ഓപ്ഷനുകൾ ഹെൽത്തി കിഡ്സ്, ഭൂമിക, ആവാസ് സ്കീമാണ്. അതിൽ ഭൂമിക എന്ന് പറയുന്നത് എന്താണ്? ഭൂമിക എന്ന് പറയുന്നത് ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിംഗ് നൽകുന്ന പദ്ധതി. അപ്പം ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് വൈദ്യസഹായവും അതുപോലെ തന്നെ കൗൺസിലിംഗ് നൽകുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? ഭൂമിക എന്ന് പറയുന്ന പദ്ധതി. മറ്റൊരു പദ്ധതിയാണ് ആവാസ് സ്കീം. ആവാസ് സ്കീം എന്ന് പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ആവാസ് സ്കീം എന്ന് പറഞ്ഞാൽ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. മറ്റൊന്ന് ഹെൽത്തി കിഡ്സ് ആണ്. ഹെൽത്തി കിഡ്സ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെയാണ്. എന്താണ് പൊതുവിദ്യാലയങ്ങളിലുള്ള പ്രൈമറി അതുപോലെ തന്നെ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികളുടെ കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത, അല്ലെ, കായികപരമായി നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിന് യുവജനകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്താൻ വേണ്ടി SCRT വികസിപ്പിച്ച പഠന പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. അപ്പം ആരുടെയൊക്കെ സഹായത്തോടെയാണ്?
പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ടാണ് SCERT വികസിപ്പിച്ചതാണ്. അതിൽ നമ്മുടെ കായിക യുവജന വകുപ്പ് കൂടി ഭാഗമാകുന്നു. അപ്പോൾ എന്താണ്, ഒരു പഠന രീതിയാണ് ഹെൽത്തി കിഡ്സ് എന്ന് പറയുന്നത്. അപ്പം പഠനത്തോടൊപ്പം തന്നെ കായികപരമായി നമ്മുടെ കുട്ടികൾ മുന്നിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിപ്പോഴത്തെ സൂംബയൊക്കെ ഈ ഒരു വിദ്യാഭ്യാസ രീതിയുടെ ഒരു ഭാഗമാണ് അല്ലേ. അവിടെയും കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് മുൻഗണന കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലാണ് പ്രൈമറി അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് കായികക്ഷമത കൂടി വരുത്തുന്ന, അതുപോലെ തന്നെ കായിക സാക്ഷരത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് പദ്ധതി? ഹെൽത്തി കിഡ്സ്. നടപ്പാക്കുന്നത് ആരാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ അവരുടെ സഹായത്തോടെ നമ്മുടെ കായിക യുവജന കാര്യ വകുപ്പിന്റെ സഹായത്തോടു കൂടി SCERT ആണ് ഈ ഒരു പഠന പദ്ധതി നടപ്പാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത്, വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? വിദ്യാവാഹിനിയാണ് അല്ലേ. വിദ്യാവാഹിനി എന്ന് പറയുന്ന ആപ്പാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ വിദ്യാവാഹിനി എന്ന് പറയുന്ന ആപ്പാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാകിരണം ആപ്പ്, നമ്മുടെ ഓപ്ഷനിൽ വിദ്യാകിരണം ഉണ്ട്. എന്താണ് വിദ്യാകിരണം എന്ന് പറയുന്നത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPL വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം. അപ്പം ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി എന്ത് പദ്ധതി? വിദ്യാകിരണം പദ്ധതി. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ വിദ്യാജ്യോതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. എന്താണ് വിദ്യാജ്യോതി പദ്ധതി? ഭിന്നശേഷിയുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹ്യ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതി. അത് വിദ്യാകിരണം എന്തിനുള്ളതാണ്? ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാകിരണമാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ആ രണ്ട് പദ്ധതികൾ ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? സ്കൂൾ ബസ്സുകളുടെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ കുറേ തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? വിദ്യാവാഹിനി ആപ്പാണ്. ഓക്കെ. അടുത്തത്, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വിദ്യാവാഹനാണ്. വിദ്യാവാഹൻ എന്നുള്ളതാണ് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാനായിട്ട് രക്ഷിതാക്കൾക്ക് ആരാണ്? മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് വിദ്യാവാഹനാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത്, ഭൗതിക വെല്ലുവിളി നേരിടുന്ന സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. അപ്പോൾ ഈ പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSCയുടെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എന്താണ്? ഭൗതിക വെല്ലുവിളി നേരിടുന്ന, ബുദ്ധിപരമായ രീതിയിൽ എന്തെങ്കിലും വെല്ലുവിളി നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകൾക്ക്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് അവർക്ക് തൊഴിൽ പരിശീലനം നൽകുക, അവർക്ക് നൈപുണ്യ വികസന പരിപാടികൾക്കൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കുക, അങ്ങനെ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രചോദനമാണ് ആ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം പ്രചോദനം എന്ന് പറയുന്ന പദ്ധതിയാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. മറ്റൊന്ന് മന്ദഹാസം, പ്രതിഭ, പരിണയമാണ്. ഈ പദ്ധതികളൊന്നുമല്ല, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. പരിണയം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളെ പ്രചോദനം പദ്ധതിയാണ് ഈ പറയുന്ന ഭൗതിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. ഓക്കെ. ഇനി അടുത്ത രണ്ട് പദ്ധതി ഉണ്ടല്ലോ, മന്ദഹാസവും ഉണ്ട്, പ്രതിഭയുമുണ്ട്. എന്താണ് മന്ദഹാസം? നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്, നമുക്കത് അറിയുകയും ചെയ്യാം. എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി അല്ലെ കൃത്രിമ ദന്തങ്ങൾ നൽകുന്ന സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത്? മന്ദഹാസം പദ്ധതി. സൗജന്യമായി കൃത്രിമ ദന്തങ്ങൾ നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. അതറിയാം, നമുക്ക് ഒരുപാട് വട്ടം PSC ആ ഒരു ചോദ്യവും അത് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മന്ദഹാസം. മറ്റൊരു പദ്ധതിയാണ് പ്രതിഭാ പദ്ധതി. പരിണയം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, വിവാഹം കഴിപ്പിക്കുന്ന പദ്ധതിയാണ്. പ്രതിഭാ പദ്ധതി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് വിവിധ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കി സാമൂഹിക സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അപ്പം അതാണ് പ്രതിഭാ പദ്ധതി എന്ന് പറയുന്നത്. അത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയാണ്. പരിണയം പദ്ധതി ഭിന്നശേഷിക്കാർക്കായിരുന്നു. ഇത് പ്രതിഭാ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്.
അവരുടെ അഭിരുചിക്കനുസരിച്ച് വിവിധ മേഖലയിലൊക്കെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ സാമൂഹ്യ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ധനസഹായം നൽകുന്നുണ്ട്. അതാണ് പ്രതിഭാ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയിട്ടുള്ള പദ്ധതിയുടെ പേര് വിമുക്തി യോദ്ധാവ് കവചം പോരാളി. അപ്പോൾ ഏതാണ്? യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്തിനാണ്? മയക്കുമരുന്നുകളുടെ വിതരണവും അതുപോലെ തന്നെ ഉപയോഗവും വ്യാപനവും ഒക്കെ തടയാൻ വേണ്ടി കേരള സംസ്ഥാന പോലീസ് രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ്. ഏത് പദ്ധതി? യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി. നമുക്ക് അങ്ങനെയാണെങ്കിൽ വിമുക്തി എന്താണെന്ന് നമുക്കറിയാം. വിമുക്തി ആരുടെയാണ്? എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് അല്ലേ വിമുക്തി. മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത്. വിമുക്തിയൊക്കെ നമുക്കറിയാം, PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതുമാണ്. മറ്റൊരു പദ്ധതിയാണ് കവചം എന്ന് പറയുന്നത്. കവചം പദ്ധതി എന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവരുടെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കവചം ഒരു മുന്നറിയിപ്പ് സംവിധാനമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം എന്ന് പറയുന്നത്. അപ്പം സംസ്ഥാന പോലീസ് മയക്കുമരുന്നിനൊക്കെ എതിരെയുള്ള പദ്ധതിയായിട്ട് യോദ്ധാവ് നമ്മൾ കണ്ടു. വിമുക്തി എക്സൈസിൻ്റെയാണ്. കവചം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെന്താണ്? നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രക്ഷാകവചം, മുന്നറിയിപ്പ് കവചമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര, അനുയാത്ര, ശ്രുതിതരംഗം, ആരോഗ്യകിരണം. ഇതിൽ ഏത് പദ്ധതിക്കാണ് 2023 കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയ്ക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ആശാധാര എന്ന് പറയുന്ന പദ്ധതിക്കാണ്. ഓക്കെ, ആശാധാര എന്ന് പറയുന്ന പദ്ധതിക്കാണ് എന്ത് കിട്ടിയത്? ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത്. അതിൽ മറ്റൊരു ഓപ്ഷനാണ് ആരോഗ്യകിരണം. എന്താണ് ആരോഗ്യകിരണം? സംസ്ഥാനത്ത് 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗി ബാധിതരായവർക്ക് സൗജന്യ ചികിത്സ അല്ലെ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അർബുദം, അതുപോലെ തന്നെ വൃക്ക, ഹൃദ്രോഗമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി. ശ്രുതിതരംഗം എന്താണ്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് വട്ടം ശ്രുതിതരംഗം കേട്ടിട്ടുണ്ട്. ശ്രവണ വൈകല്യം നേരിടുന്ന 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനും അനുബന്ധ സേവനങ്ങളും സൗജന്യമായി ഉറപ്പാക്കാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം. കുട്ടികൾക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനും അതുപോലെ തന്നെ അനുബന്ധ ചികിത്സകളും നൽകുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് അനുയാത്രയാണ്. എന്താണ് അനുയാത്ര എന്ന് പറയുന്ന പദ്ധതി? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്നത്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്ന പദ്ധതി. അടുത്ത ചോദ്യം എന്താണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യമായിട്ട് ചികിത്സ നൽകുന്ന കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ്. ഏതാണ് പദ്ധതി? നമുക്കറിയാം. ഏതാണ് പദ്ധതി? മിഠായി എന്ന് പറയുന്ന പദ്ധതി അല്ലേ. കുട്ടികൾക്ക് സൗജന്യമായിട്ട് പ്രമേഹ ചികിത്സ നൽകുന്ന പദ്ധതി. ഓക്കെ, മറ്റൊന്ന് തേനമൃത് ഉണ്ടായിരുന്നു, ഹൃദ്യമുണ്ട്, ആർദ്രമുണ്ട്. തേനമൃത് എന്ന് പറയുന്നത് എന്താണ്? ലോക്ക്ഡൗൺ കാലത്തുള്ളൊരു പദ്ധതിയാണ്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, കൊറോണ സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾക്ക് പോഷകാഹാരങ്ങളൊന്നും കുറവ് വരാതിരിക്കാൻ വേണ്ടി ആ കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് തേനമൃത് എന്ന് പറയുന്ന പദ്ധതി. മറ്റൊന്ന് ആർദ്രം. എന്താണ് ആർദ്രം എന്ന് പറയുന്നത്? സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കാൻ അല്ലേ. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി? ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഹൃദ്യം. അപ്പം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ജന്മനാ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്തുള്ള 4 ഓപ്ഷനുകളും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം
എന്താണ് ദരിദ്രർക്കും ദുർബല കുടുംബങ്ങൾക്കും ചികിത്സാ സഹായമായിട്ട് പ്രതിവർഷം എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളത്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം എത്ര തുകയാണ്? 5 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് എന്താണ്? ലഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ്? ലഞ്ച് ബെൽ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് കേരളത്തിലാണ്. ലഞ്ച് ബെൽ എന്ന് പറയുന്ന എന്താണ് പദ്ധതി ആവിഷ്കരിച്ചത് ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ കേരളത്തിലാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ അത്. ഓക്കെ, അടുത്ത എന്താണ്? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. അവയവ കൈമാറ്റ പദ്ധതി എന്താണ്? ആ പദ്ധതി നമുക്കറിയാം, ഏതാണ്? മൃതസഞ്ജീവനി. നമുക്ക് ഓപ്ഷൻ പോലും കാണേണ്ട മൃതസഞ്ജീവനിയാണ് ആ പദ്ധതി. ഓക്കെ, മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. ശ്രീ മോഹൻലാലാണ് മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പെക്ട്രം പദ്ധതി? എന്താണ്? ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സമഗ്ര പുരോഗതിക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി. അപ്പോൾ സ്പെക്ട്രം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സമഗ്ര പുരോഗതിക്കായിട്ട് സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതി. നെക്സ്റ്റ് എന്താണ്? പരിരക്ഷ. എന്താണ് പരിരക്ഷ എന്ന് പറയുന്നത്? ഭിന്നശേഷിക്കാർക്കാണ് അവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കാനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ്. ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ എന്താണ് സഹായം എത്തിക്കുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറയുന്ന പദ്ധതി. മറ്റൊന്ന് എന്തായിരുന്നു? ജീവനം പദ്ധതി. ജീവനം പദ്ധതി എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും അതുപോലെ തന്നെ ഗുരുതര പരിക്ക് പറ്റിയവരുടെയും പുനരധിവാസം. ചിലർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി അങ്ങനെ മരണപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് അവർക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആശ്രിതർക്ക് അതുപോലെ തന്നെ ഗുരുതര പരിക്ക് പറ്റിയവർക്കൊക്കെ പുനരധിവാസിപ്പിക്കുന്നതിനായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പം ജീവനം എന്ന് പറയുന്ന പദ്ധതി കുറ്റവാളികൾ എന്താണ് ഏതെങ്കിലും കാരണത്താൽ ആരോപിതനായിട്ടൊക്കെ മരണപ്പെടുകയും ഇരയായിട്ട് മരണപ്പെടുകയും അവരുടെ ആശ്രിതർ ആ ഇരയായി മരണപ്പെട്ട ആളുകളുടെ ആശ്രിതർ അതുപോലെ തന്നെ എന്താണ് ഒരുപാട് പരിക്ക് പറ്റി എന്തെങ്കിലും നിസ്സാരമായ പരിക്കൊക്കെ പറ്റിയുള്ള ആളുകളൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും തൊഴിൽ സംവിധാനത്തിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതി എന്താണ്? ജീവനം പദ്ധതി. ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണ 20,000 രൂപ കിട്ടും. ഓക്കെ, ജീവനം പദ്ധതിയുടെ ഭാഗമായിട്ട് ഗുണഭോക്താക്കൾക്ക് എത്ര രൂപയാണ്? 20,000 രൂപയാണ് നൽകുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അപ്പം എന്താണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഏത് പദ്ധതിയാണ്? 2-3 വട്ടം PSC ചോദിച്ചിട്ടുണ്ട് ആ ഒരു പദ്ധതി അല്ലേ. ഏത് പദ്ധതിയാണ്? അമൃതം ആരോഗ്യം എന്നുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതി. അങ്ങനെയാണെങ്കിൽ എന്താണ് ആയുർദളം? എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം. എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം. അടുത്തത് ആശ്വാസകിരണം. എന്താണ് ആശ്വാസകിരണം എന്ന് പറയുന്നത്? കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നു. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നു. 600 രൂപ ധനസഹായമായിട്ട് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രചരണ പരിപാടിയുടെ പേര് ഏത് പേരിലാണ് ആ ഒരു പരിപാടി അറിയപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്കൊരു തിരിച്ചറിയൽ കാർഡ് കൊടുക്കുന്നു. ആ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് പ്രചരണ പരിപാടി ആരംഭിക്കുന്നുണ്ട്. ആ പരിപാടിയുടെ പേര് തന്മുദ്ര എന്നാണ്. പ്രചരണ പരിപാടി എന്താണ്? തന്മുദ്ര എന്ന് പറയുന്ന പേരിലാണ് ഭിന്നശേഷിക്കാർക്കുള്ള ഐഡന്റിറ്റി കാർഡിന്റെ പ്രചരണ പരിപാടി നടത്തുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്ക് വേണ്ടി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? അങ്ങാടിക്കുരുവികൾക്ക് വേണ്ടിയിട്ട് വനം വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കുരുവിക്കൊരു കൂട്. എന്താണ്? കുരുവിക്കൊരു കൂട് എന്നാണ്. നമുക്കിവിടെ താഴെ അങ്ങാടിക്കുരുവിക്ക് എന്നൊക്കെ കാണും, അതല്ല. എന്താണ്? കുരുവിക്കൊരു കൂട് എന്നുള്ള പദ്ധതിയാണ് വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത മിഷൻ ഏതാണ്? ഏത് ദൗത്യമാണ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമ്മൾ ഹൃദയമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു. എന്താണ്? സർക്കാർ ആശുപത്രികളെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച മിഷനാണ് ആർദ്രം മിഷൻ എന്ന് പറയുന്ന മിഷൻ. അപ്പോൾ ഓപ്ഷൻ B ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്.
ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് എന്താണ് നമ്മുടെ ഹരിതമാക്കുക അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ നടപ്പാക്കുക, നമ്മുടെ തോടുകളുമൊക്കെ പുനരുജ്ജീവനം നൽകുക, അതൊക്കെയാണ് ഈ ഹരിത കേരള മിഷനിൽ വരുന്നത്. ലൈഫ് മിഷൻ എന്താണ്? വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് അല്ലേ, ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് പുനരധിവസിപ്പിക്കാൻ വേണ്ടി അവർക്ക് ധനസഹായം നൽകി അവർക്ക് പാർപ്പിടമൊരുക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി. നമുക്കറിയാവുന്ന കാര്യമാണ്. ആർദ്ര മിഷനാണ് ആശുപത്രിയുമായി ബന്ധപ്പെടുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് മാനസിക ആരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബലായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാരിൻ്റെ സ്ഥാപനം ഏതാണ്? ഓക്കെ, അപ്പം മാനസികാരോഗ്യം ഭേദമായിട്ടൊക്കെ എന്താണ് ശുശ്രൂഷിക്കാൻ നോക്കാനൊന്നും ആരുമില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി കേരള സർക്കാർ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം ഏതാണ്? ആശാഭവനാണ്. ആശാഭവൻ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏതാണ്? കേരള സാമൂഹിക സുരക്ഷാ മിഷനാണ് 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ അറിയപ്പെടുന്ന പേരെന്താണ്? വയോമിത്രമാണ്. വയോമിത്രം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പരിരക്ഷയാണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ വയോ അമൃതമുണ്ട്. മന്ദഹാസം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് വയോ അമൃതം? എന്താണ്? സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. വയോ അമൃതം എന്താണ്? ചികിത്സ നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. അതും ഈ പറയുന്ന എന്താണ് വൃദ്ധസദനങ്ങളിലെ താമസക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റൊന്ന് എന്തായിരുന്നു? വയോ മധുരമാണ്. എന്താണ് വയോ മധുരം? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് പിന്നിട്ട പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്നത്. അപ്പം ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന 60 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് എന്താണ്? BPL ആയിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്നത് ഏതാണ്? വയോ മധുരമാണ്. ക്ലിയർ ആണല്ലോ. അപ്പം അതിൽ മന്ദഹാസം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഓക്കെ, അപ്പോൾ ഏത് പദ്ധതിയാണ്? നമ്മുടെ എന്താണ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സ നൽകുന്നതാണ്. അവർക്ക് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പദ്ധതി ഏതാണ്? താലോലം എന്ന് പറയുന്ന പദ്ധതിയാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. ലാർത്തും നമ്മൾ പറഞ്ഞു, ഓപ്ഷനിലുള്ള മന്ദഹാസം പറഞ്ഞു. സുഹൃതം പദ്ധതി എന്താണ്? സുഹൃതം പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്നവർക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതി. സുഹൃതം ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് സുഹൃതം. സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് മൊബൈൽ ഫോണിന് അടിമപ്പെട്ട കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? മൊബൈൽ ഫോണിൽ അടിമപ്പെട്ടിട്ടുള്ള കുട്ടികളെ മോചിപ്പിക്കാനായിട്ട് കേരള പോലീസിന്റെ പദ്ധതി ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി കൂട്ട് എന്ന് പറയുന്നതാണ് കേരള പോലീസിന്റെ പദ്ധതി. അതിൽ ചിരി എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി ആരംഭിച്ച പദ്ധതി എന്താണ്? ചിരി എന്ന് പറയുന്ന പദ്ധതി. കുട്ടികൾക്ക് എന്താണ്? ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണതയ്ക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ചിരി എന്ന് പറയുന്ന പദ്ധതി. മറ്റൊരു ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ട്. ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ, പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ വേണ്ടി കേരള പോലീസ് നടപ്പാക്കിയ പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, മറ്റൊന്ന് തുണ എന്ന് പറയുന്ന പദ്ധതി. എന്താണ്? കേരള പോലീസിന്റെ വിവിധ സേവനങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്ന പോർട്ടലാണ് തുണ എന്ന് പറയുന്നത്. കേരള പോലീസിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ആ പോർട്ടലാണ് ഏത് എന്ന് പറയുന്നത്? തുണ എന്ന് പറയുന്ന പോർട്ടൽ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി എന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ലാബ് അസിസ്റ്റന്റ് ഒക്കെ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഏത് പദ്ധതിയാണ്? ലാബ് അസിസ്റ്റന്റ് അല്ല, അതിന് ശേഷം നടന്ന ഡ്രൈവർ എക്സാമിന് ചോദിച്ചതാണ്. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി എന്ന് പറയുന്ന 4 പദ്ധതി തന്നിട്ട് ഇതിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ട് കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി എന്നുള്ളതാണ്. ഈ 4 പദ്ധതികൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഈ 4 പദ്ധതികളും എന്താണ്? സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. ആൻസർ ഓൾ ദ എബോ എന്നുള്ളതാണ്. ഓക്കെ,
അടുത്തത് ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എൻപ്രൗഡ്. എന്താണ് എൻപ്രൗഡ് എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ ഡ്രഗുകൾ, അതായത് മരുന്നുകളൊക്കെ തന്നെ ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയെ അപകട സാധ്യതകളും തടയുന്നതിനായിട്ട് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പദ്ധതിയാണ്. അത് എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ ദ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സിന്റെ റിമൂവലിന് വേണ്ടിയിട്ടുള്ളതാണ് എൻപ്രൗഡ് എന്ന് പറയുന്നതാണ് ആ പദ്ധതി. ഡ്രഗ് കൺട്രോൾ വകുപ്പിൻ്റെതാണ് എൻപ്രൗഡ് എന്ന് പറയുന്നത്. എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ ദ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നുള്ളതാണ് പേര്. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതാണ്. ആരാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് അല്ലേ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് പുനർഗേഹം പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ കഴിയുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ്. അപ്പം ഏത് പദ്ധതിയാണ്? പുനർഗേഹം എന്ന് പറയുന്ന പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ തീരദേശത്ത് വേലിയേറ്റ സമയത്തൊക്കെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഏത് പദ്ധതി? പുനർഗേഹം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ. അടുത്തത് നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ നടപ്പാക്കിയ അല്ലെങ്കിൽ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് എന്നുള്ളതാണ്. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉഷസ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓക്കെ. അപ്പോൾ ഉഷസ് എന്ന് പറയുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? നഗരങ്ങളിലെ ചേരികളിൽ ഉള്ള സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആര് നടപ്പാക്കുന്നത്? കേരള സർക്കാർ നടപ്പാക്കുന്ന അല്ലെങ്കിൽ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കിയത്. ആദ്യം നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള പദ്ധതികൾ നോക്കി. പിന്നീട് ഈ കഴിഞ്ഞ കുറച്ച് എക്സാമുകളിൽ PSC ചോദിച്ചിട്ടുള്ള പദ്ധതികളും അതുമായി ബന്ധപ്പെടുന്ന അനുബന്ധ ഫാക്റ്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.